عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അവന് അള്ളാഹു നിർബന്ധമാക്കിയ 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അതിന് സൗഭാഗ്യം ലഭിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹതഭാഗ്യവാനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇബ്ലീസിനേക്കാൾ ഏറ്റവും വലിയ മുസീബത്താണ് താരിഖ് സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടായിരിക്കുന്നത്. ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ആദമിന് സുജൂദ് ചെയ്യാൻ സമ്മതിച്ചതിന്റെ പേരിലാണ് ലോകത്ത് ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിനേക്കാൾ കഠിനമാണ് മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ആ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുന്ന മനുഷ്യൻ തീർച്ചയായും ആദമിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്നും സമ്മതം കാണിച്ച ഇബ്ലീസിനേക്കാൾ വളരെ കാഠിന്യമുള്ള ഒരു വിഷയമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ ഗൗരവമായ ഒരു വിഷയമായി നാം കണക്കാക്കേണ്ടതുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് 5 തരം ശിക്ഷകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വലാത്തുൽ ഫജ്ർ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള 5 തരം ശിക്ഷയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പിശാച് അവനെ പരിഹസിക്കുകയും അവനെ നിന്ദനാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാളെ കുറിച്ച് പറയപ്പെട്ടു. ഫജ്ർ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പറയപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അയാളുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചു, പിശാച് അവനെ നിന്ദനാക്കിയിരിക്കുന്നു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഈ ശൈത്താൻ അവന്റെ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാച് അവനെ പരിഹസിച്ച് നിന്ദനാക്കുന്നു എന്നുള്ളതാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു, പിശാച് അവരുടെ ഖലാഉൽ ഹാദിസിന്, അവരുടെ മലമൂത്ര വിസർജനത്തിന് സ്ഥാനമായിട്ട് അവന്റെ ചെവിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന്. അങ്ങനെ പിശാച് നിന്ദനാക്കുന്ന ഒരു കാര്യം സുബഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന ആളുകൾ ഉണ്ടാകും. രണ്ടാമതായിട്ട് അവന്റെ ആ ദിവസം മുഴുവനും അവനിൽ മടിയായിരിക്കും, അവനിൽ ഉന്മേഷം ഉണ്ടാവുകയില്ല. അവന്റെ ആ അന്നത്തെ ദിവസം മുഴുവൻ ഒരു മനക്ലേശം ഉണ്ടാകും. അതിന്റെ കാരണം എന്ത് എന്ന് അവന് പോലും അറിയില്ല. ഒരു സന്തോഷമില്ലായ്മ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശാലമായ ഒരു ഹദീസിൽ പറയുകയാണ്, ഒരു മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ നിർബന്ധതയിൽ അവന്റെ ഉച്ചിയിലായിട്ട് 3 കെട്ടുകൾ ഇടുമെന്നും, എന്നിട്ട് ഓരോ കെട്ടിന്റെ സ്ഥാനത്തും പ്രത്യേകമായി ഒന്ന് അടിച്ചിട്ട് നിന്റെ മുമ്പിൽ ദീർഘമായ രാത്രിയുണ്ട്, അതുകൊണ്ട് നീ സുഖമായി കിടന്നുറങ്ങുക എന്ന് പറയുന്നു. ആ മനുഷ്യൻ അവന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അള്ളാഹുവിനെ സ്മരിക്കുകയും ആ ഉണർച്ചയുടെ വിക്കറുകളൊക്കെ ചൊല്ലുകയും ചെയ്യുവാൻ അതിനെ ഒരു കെട്ടഴിയുമെന്നും. പിന്നീട് അവൻ നമസ്കാരത്തിന് വേണ്ടി ഉളവ് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു 2ാമത്തെ കെട്ടും അടിയുമെന്നും. അവൻ 3ാമതായിട്ട് അവൻ നമസ്കാരത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിശാച് രാത്രിയിൽ അവന്റെ നിർബന്ധതയിൽ കെട്ടിയ 3 കെട്ടും അഴിയുമെന്നും ഹദീസിൽ കാണാം. അങ്ങനെ സുബഹി നമസ്കാരം കഴിയുമ്പോൾ വളരെ ഉന്മേഷമുള്ള ആളായിട്ടായിരിക്കും അവൻ അന്നത്തെ ദിവസം അവൻ ജീവിക്കുന്നത്. ഹൃദയത്തിന് വല്ലാത്ത സന്തോഷവും അതുപോലെ തന്നെ ആ ദിവസത്തിൽ വല്ലാത്തൊരു ആനന്ദവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും.
വഇല്ല അങ്ങനെ അവൻ സുബഹി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാന അവന്റെ അന്നത്തെ ദിവസത്തെ ജീവിതം വളരെ മോശമായിട്ടും മാനസിക ക്ലേശവും പ്രയാസവും അനുഭവിക്കുന്നവനായിട്ടും മടിയനുമായിട്ടായിരിക്കുമെന്ന് നാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അതുപോലെ തന്നെ മൂന്നാമതായി സുബഹി നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ ഖബറിൽ അവന് കഠിനമായ ശിക്ഷ, അവന്റെ തല തല്ലിപ്പൊളിക്കപ്പെടുന്നതായ ഒരു അവസ്ഥ ഉണ്ടാകും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ ഉനാസൻ മിൻ ഉമ്മത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നബിതങ്ങൾ മൂന്നാമതായി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ ഖബറിൽ അയാളുടെ തല തല്ലിപ്പിളർക്കപ്പെടും എന്നുള്ളതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കാണുകയുണ്ടായി, അവിടുത്തെ സമുദായത്തിൽപ്പെട്ട ചില വിഭാഗം ആളുകളെ വ്യത്യസ്ത രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് അവരുടെ ഖബറുകളിൽ. ആ കൂട്ടത്തിൽ നബിതങ്ങൾ കണ്ട ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകളെ വലിയ പാറകഷ്ണം കൊണ്ട് അവരുടേതായ തലകൾ തല്ലിപ്പിളർക്കപ്പെടുന്നതായിട്ട്. പിന്നീട് ആ തല പൂർവാധികം സുഖം പ്രാപിക്കുകയും വീണ്ടും അവരുടേതായ വലിയ പാറകഷ്ണം കൊണ്ട് അവിടെ തലകൾ തല്ലിപ്പിളർക്കപ്പെടുന്നതായിട്ട്. ഇങ്ങനെ ഈ പ്രവർത്തനം ആവർത്തിച്ച് സംഭവിക്കുന്നതായിട്ട് നബിതങ്ങൾ സ്വപ്നത്തിൽ കാണുകയുണ്ടാവും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതിന്റെ കാരണത്തെക്കുറിച്ച് നബിതങ്ങൾ ചോദിച്ചു എന്നും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കാതെ അതിൽ നിന്ന് നിർവഹിക്കാതെ കിടന്നുറങ്ങുകയും അതിന് കൃത്യത പാലിക്കാത്തതും ചെയ്യുന്ന ആളുകൾക്കാണ് കഠിന ഉണ്ടാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു. നാലാമതായി നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷ അൽ വൈലു വൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്തിനാളിൽ കഠിനമായ നരകവും അതുപോലെ തന്നെ കഠിനമായ ശിക്ഷകളും അവരുണ്ടാകും. അത് ഹദീസുകളിലൊക്കെ വളരെ ദീർഘമായ രീതിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു പറഞ്ഞു, നമസ്കാരക്കാർക്കും ഒരു വിഭാഗം നമസ്കാരക്കാർ കൃത്യമായി നമസ്കരിക്കാതെ കൃത്യമായി നിഷ്ഠ പാലിക്കാതെ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലെന്ന നരകം സർവനാശം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തീരെ തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കഠിനമായ ശിക്ഷയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഞ്ചാമതായിട്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷ അൽ ഹുർമാനു മിനൽ നദരി. നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ വെച്ച് എല്ലാ ഓരോരുത്തരും അള്ളാഹുവിനെ കാണുമ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പടച്ചവന്റെ മുമ്പില് ഒന്ന് സുജൂദ് ചെയ്യാൻ, അവിടെ വെച്ച് സുജൂദ് ചെയ്യാനോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെതായ ആ മഹത്തായ പ്രഭയെ ഒന്ന് കാണാനോ ഒരിക്കലും അവന് സാധ്യമല്ല. അതിന് അവന് സമ്മതിക്കപ്പെടും, അവന് സൗഭാഗ്യം ലഭ്യമാകുകയില്ല എന്നും ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഇങ്ങനെ 5 തരം ശിക്ഷകൾ നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.